the small sample case equality of means testing. But testing equality of means of a population with a small sample. But if the difference the type of sample is small sample. Small sample is the sigma 1 sigma 2 equal that's unknown. അപ്പോൾ അൺനോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല അല്ലേ? അറിയത്തില്ലാത്ത കേസിൽ നമുക്ക് S1 S2 ആണ് ഉള്ളത്. അതായത് സാമ്പിൾസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ടി ടെസ്റ്റേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ സ്മോൾ സാമ്പിൾ ആയതുകൊണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻസ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ബൈ 2 മെഷീൻസ് പെർ ഡേ ആർ 200 and 250 with standard deviation 20 and 25 respectively on the basis of 12 days production. Okay, can you regard both machines equally efficient at 1% level of significance? Another question പറയാം. The average number of articles produced by 2 machines per day. അതായത് ഒരു ദിവസം 2 മെഷീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾസിന്റെ ആവറേജ് നമ്പർ. ആവറേജ് നമ്പർ എന്ന് പറഞ്ഞാൽ ആവറേജ് എന്ന് പറഞ്ഞാൽ മീൻ അല്ലേ? അപ്പൊ ദ മീൻ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ബൈ 2 മെഷീൻസ് പെർ ഡേ ആർ 20 and 250 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ 2 മെഷീൻ ഉണ്ട്. ആദ്യത്തെ മെഷീനിനെ നമുക്ക് 1 ആയിട്ട് എടുക്കുവാണെങ്കിൽ x1 ബാർ ആണ് നമ്മുടെ 200. അതായത് ആദ്യത്തെ മെഷീനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾസിന്റെ മീൻ ആണ് 200. അതുപോലെ രണ്ടാമത്തെ മെഷീനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾസിന്റെ മീൻ എത്രയാണ്? 250 വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20 and 25. അപ്പൊ ഈ 20 and 25 എന്ന് പറയുന്നത് ഇവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് അല്ലെ? ഈ പറയുന്ന മെഷീൻസിലെ ആർട്ടിക്കിൾസിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് 20 and 25. അപ്പൊ S1 എന്ന് പറയുന്നതാണ് 20, S2 എന്ന് പറയുന്നതാണ് 25. എന്തുകൊണ്ടാണ് നമ്മളിത് സാമ്പിളിന്റെ ആയിട്ട് എടുത്തത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് 12 ഡേയ്സിലെ പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് അല്ലെ? അപ്പം നമ്മൾ 12 ദിവസത്തേനാണ് നോക്കിയത്. അപ്പൊ N1 N2 ഇവിടെ 12 ആണ്. ഓക്കെ, N1 N2 12 ആയതുകൊണ്ട് തന്നെ ഇത് സ്മോൾ സാമ്പിൾ ആണ്. പിന്നെ ഇവിടെ നമുക്ക് ഈ സാമ്പിളിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ അറിയത്തുള്ളൂ. അതാണ് S1 S2. ഓക്കെ, അപ്പൊ നമുക്ക് സിഗ്മ 1 സിഗ്മ 2 സിഗ്മയും അറിയത്തില്ല, പക്ഷെ ഇത് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി നമുക്ക് എന്താ ടെസ്റ്റ് ചെയ്യേണ്ടത്? ക്യാൻ യു റിഗാർഡ് ബോത്ത് മെഷീൻസ് ഈക്വലി എഫിഷ്യന്റ്? ഇവരെ ഈക്വലി എഫിഷ്യന്റ് ആണോ? 2 മെഷീൻസ് ഉണ്ട്. അപ്പൊ 2 മെഷീൻസിലും 12 ദിവസം വെച്ചിട്ടുള്ള പ്രൊഡക്ഷന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇത് തമ്മിൽ മെഷീൻസ് ഈക്വൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്തത്. അപ്പൊ H0 എന്തായിരിക്കും? μ1 ഈക്വൽ ടു μ2. H1 എന്തായിരിക്കും? μ1 നോട്ട് ഈക്വൽ ടു μ2. അതുകൊണ്ട് തന്നെ ഇത് 2-tailed ടെസ്റ്റ് ആണെന്ന് പറയാം. അറ്റ് 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നോക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും നാളെ നമ്മൾ ആൽഫയുടെ വാല്യൂ 0.05 ഇട്ടാണ് ചെയ്തത്. അപ്പൊ ഇവിടെ അതല്ല, ഇവിടെ 1%ലാണ് നോക്കാൻ പറഞ്ഞത്. 1% എന്ന് പറഞ്ഞാൽ 0.01 അല്ലേ? അപ്പൊ ആൽഫയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.01 ആണ് ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇവിടുത്തെ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഏതാ? സ്മോൾ സാമ്പിൾ ആണ്. അതുപോലെ തന്നെ സിഗ്മയുടെ വാല്യൂ അറിയത്തുമില്ല. നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് T ഈസ് ഈക്വൽ ടു x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് N1 S1 സ്ക്വയർ പ്ലസ് N2 S2 square divided by N1 plus N2 minus 2 into 1 by N1 plus 1 by N2, which follows students T distribution with the degrees of freedom എത്രയാണ് നമ്മൾ പറഞ്ഞത്? N1 plus N2 minus 2. നമുക്ക് ആദ്യമേ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x1 bar minus x2 bar എന്ന് പറയുമ്പോൾ 200 minus 250 divided by root of N1 എന്ന് പറയുന്നത് 12 into ഇത് ഇൻറ്റു ആണ് ഇൻറ്റു S1 സ്ക്വയർ. S1 200 അല്ലേ? S1 എന്ന് പറയുന്നത് S1 എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പൊ S1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20യുടെ സ്ക്വയർ, അതാണ് 400. അപ്പോൾ 12 into 400 പ്ലസ് N2 S2 സ്ക്വയർ. N2 12 ആണ്. S2 എന്ന് പറയുന്നത് 25 ആണ്. അപ്പൊ S2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25ന്റെ സ്ക്വയർ എത്രയാണ്? 625. അതുകൊണ്ടാണ് 12 into 625 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 മൈനസ് 2. N1 12 ആണ്. 12 പ്ലസ് 12 മൈനസ് 2 ഇൻറ്റു 1 ബൈ N1. 1 by 12 plus 1 by 12. അപ്പോൾ ഡിനോമിനേറ്ററിൽ 12 plus 12 24 minus 2 22 വരും. ഫൈനലി ആൻസർ നമുക്ക് -3.8 കൊണ്ടുവരും. എവിടെ മൈനസ് വരുന്നത്? 200 minus 250 എന്നുള്ളത് ന്യൂമറേറ്ററിൽ -50 ആണ് വരുന്നത്. അപ്പൊ -50 ഡിവൈഡഡ് ബൈ ഈ അകത്തുള്ള സാധനത്തിന്റെ റൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -3.81 എന്ന് വരും. ഇവിടെ ആൽഫയുടെ വാല്യൂ 0.01 അല്ലെ? ആൽഫയുടെ വാല്യൂ 0.01. നമ്മുടെ CR ഏതാ? നമ്മുടെ H1 എന്ന് പറയുന്നത് μ1 നോട്ട് ഈക്വൽ ടു μ2 ആയിരുന്നു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള CR ഏതാ? മോഡുലസ് ഓഫ് T ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു T ആൽഫ ബൈ 2 എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഇത്
ടു ടെയിൽഡ് ടെസ്റ്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? അപ്പൊ ആൽഫയുടെ വാല്യൂ 0.01 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ട ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും കൂടെ വേണം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഏതാ? n1 + n2 - 2. അത് എത്രയാ? 22 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 22നും 0.01നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 22നും 0.01 എന്ന് പറയുമ്പോൾ നമ്മൾ എവിടാ നോക്കേണ്ടത്? 22 ആണ് നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പൊ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ഈ 22 നമുക്ക് ഇവിടെ നോട്ട് ചെയ്യാം. അതായത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് താഴെ 22ഉം മേളിൽ ടു ടെയിൽഡ് ടെസ്റ്റ് ആണെങ്കിൽ ആണ് ഏറ്റവും ലാസ്റ്റത്തെ കോളം. നമ്മളിവിടെ ടു ടെയിൽഡ് ടെസ്റ്റ് അല്ലേ നോക്കുന്നത്? ടു ടെയിൽഡ് ടെസ്റ്റ് ആണ് വിത്ത് ആൽഫ എത്രയാണ്? 0.01 അല്ലെ? അപ്പൊ 0.01നും 22നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഏതാ? 2.819 അല്ലെ? അങ്ങോട്ട് നോക്കിയാൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 22, ആ 22നും ടു ടെയിൽഡ് ടെസ്റ്റില് 0.01നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 2.819 ആണ്. അപ്പൊ നമ്മുടെ T∝/2 എന്ന് പറയുന്നത് 2.819 ആണ്. ഇനി നമ്മുടെ ക്രിട്ടിക്കൽ റീജിയൻ ഏതാ? മോഡുലസ് ഓഫ് T ഗ്രേറ്റർ ദാൻ T∝/2 എന്നാണ്. മോഡുലസ് ഓഫ് T എന്ന് പറഞ്ഞാൽ മൈനസ് വാല്യൂ ആണെങ്കിൽ പോസിറ്റീവ് വാല്യൂ വരും. അതായത് മോഡുലസ് ഓഫ് -3.81 ഗ്രേറ്റർ ദാൻ 2.819 എന്നാണ് വാല്യൂ വരുന്നത്. മോഡുലസ് ഓഫ് -3.81ന്റെ വാല്യൂ 3.81 തന്നെ. മോഡുലസ് വാല്യൂ വന്നാൽ പോസിറ്റീവ് വാല്യൂ എടുക്കാന്നുള്ള 2.819. ഇത് ശരിയാണോ? 3.8 അല്ലേ വലുത് 2.8നേക്കാളും? അതുകൊണ്ട് CR ട്രൂ ആയിട്ട് വന്നു, CR കറക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ എന്ത് ചെയ്യണം? H0 റിജക്ട് ചെയ്യണം. H0 എന്തായിരുന്നു? μ1 = μ2 എന്നുള്ള സാധനം തെറ്റാ. അതിന്റെ അർത്ഥം ഇവരുടെ മീൻസ് അല്ലെങ്കിൽ എഫിഷ്യൻസി ഡിഫറെന്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. μ1 = μ2 എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും എഫിഷ്യൻസി സെയിം ആണെന്നായിരുന്നു അർത്ഥം. അപ്പൊ ഇവിടെ ഇത് തെറ്റാന്നല്ല വന്നേ. അതിന്റെ അർത്ഥം എന്താണ്? ഇവരുടെ എഫിഷ്യൻസി ഡിഫറെന്റ് ആണ്. നമുക്ക് ഇതുപോലത്തെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യനോടെ നോക്കാം. In a test given to two group of students, the marks obtained were as follows. Group 1ന്റെ സൈസ് തന്നിട്ടുണ്ട്, മീൻ തന്നിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ ഗ്രൂപ്പ് 1ന്റെ സൈസ് അല്ലേ? അതുകൊണ്ട് ഇത് n1, ഇത് x1 ബാർ, ഇത് s1. ഇനി ഗ്രൂപ്പ് 2ന്റെ തന്നിട്ടുണ്ട് സൈസ് n2 ആണ് 10, x1 ബാർ ആണ് 51, S2 ആണ് 7. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ തന്നിരിക്കുക. അസ്യൂമിങ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആർ സെയിം. അതായത് σ1ഉം σ2ഉം സെയിം ആണെന്നാണ് തന്നിരിക്കുന്നത്. ആൻഡ് മാർക്സ് ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. ടെസ്റ്റ് വെദർ ദ മീൻസ് ആർ ദ സെയിം. മീൻ സെയിം ആണോ എന്നാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടുത്തെ H0 എന്താ? μ1 = μ2 ആണോ ടെസ്റ്റ് ചെയ്യുന്നതാണ് H0. H1 എന്താണ്? μ1 ≠ μ2. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ടെസ്റ്റ് ആണ്? ടു ടെയിൽഡ് ടെസ്റ്റ് ആണ്. ഓക്കെ. ഇനി n1ഉം n2ഉം ഇവിടെ 9ഉം 10ഉം ഒക്കെ ആയതുകൊണ്ട് ഇത് എന്ത് ടൈപ്പ് സാമ്പിൾ ആണ്? സ്മോൾ സാമ്പിൾ. അപ്പൊ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് ഏതാണ്? T = x1 bar - x2 bar divided by √n1 s1² plus n2 s2² divided by n1 plus n2 minus 2 into 1/n1 plus 1/n2. വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് -0.968 എന്ന് വരും. അപ്പൊ ഇവിടെ H1 μ1 ≠ μ2 ആയതുകൊണ്ട് നമ്മുടെ CR ഏതാ? മോഡുലസ് ഓഫ് T ഗ്രേറ്റർ ദാൻ T∝/2 എന്ന് വരും. ആൽഫയുടെ വാല്യൂ 0.05 അല്ലേ? അപ്പൊ ആൽഫയുടെ വാല്യൂ 0.05ന് കറസ്പോണ്ടിങ് ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്രയാ? n1 + n2 - 2 അല്ലേ? n1 എന്ന് പറയുന്നത് 9 + 10 - 2, അതായത് 17ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് നോക്കേണ്ടത്. അപ്പൊ നമ്മൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 17ഉം ആൽഫയുടെ വാല്യൂ 0.05 നോക്കണം. അപ്പൊ 17നും 0.05നും ടു ടെയിൽഡ് ടെസ്റ്റ് ആയതുകൊണ്ട് 0.05 തന്നെ എടുക്കാം. 0.05ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഏതാ? 2.11 അല്ലേ? സോ നമ്മുടെ T∝/2 എന്നുള്ള വാല്യൂ 2.11. അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇവിടെ നമ്മൾ ആൽഫയുടെ വാല്യൂയും α/2 ഒന്നും കണ്ടുപിടിക്കേണ്ട. നമുക്ക് ആൽഫയുടെ വാല്യൂ മാത്രം മതി. ആൽഫയുടെ വാല്യൂ 0.05 ആണ്. എന്നിട്ട് ആ 0.05 എവിടാ നോക്കേണ്ടത്? ടു ടെയിൽഡ് ടെസ്റ്റിലാണ് 0.05ന്റെ വാല്യൂ നോക്കേണ്ടത്. അപ്പൊ ടു ടെയിൽഡ് ടെസ്റ്റ് എടുത്തു, അവിടെ 0.05ന്റെ വാല്യൂ എടുത്തു. പിന്നെ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 17 ആണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 2.11 ആണ്. ഇനി നമുക്ക് CRൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ CR എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് T ആണ്. നമുക്കിവിടെ വന്ന വാല്യൂ -0.968 ആണ്. അപ്പൊ മോഡുലസ് ഓഫ് -0.968 എന്ന് പറഞ്ഞാൽ 96.968 തന്നെ ഗ്രേറ്റർ ദാൻ 2.11. ഈ കണ്ടീഷൻ തെറ്റല്ലേ? ഇത് തെറ്റല്ലേ? അപ്പൊ എന്താ? CR ഫോൾസ് ആയിട്ട് വന്നു. അതായത് അവിടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം, H0 ചെയ്യണം. അതിന്റെ അർത്ഥം μ1ഉം
μ1ഉം μ2ഉം സെയിം ആണെന്നുള്ള അല്ലെ. അപ്പൊ എന്ത് നമുക്ക് പറയാം, മീൻസ് ഓഫ് ദ ടു ഗ്രൂപ്പ്സ് ആർ സെയിം എന്ന് പറയാം. ഇതുപോലത്തെ തന്നെ 2 ക്വസ്റ്റ്യൻ ആണ് ബാക്കി PDF-ലുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ മറ്റേതും ഒന്ന് ചെയ്ത് നോക്കാം.